ചങ്ങായിമാരെ, നമ്മൾ ഈ നാട്ടിലുണ്ടല്ലോ ഒരു മുസ്ലിമായി ജീവിക്കുക എന്നുള്ളത് എത്രമാത്രം ബുദ്ധിമുട്ടാണെന്ന് കാണിക്കുന്ന രണ്ട് വീഡിയോ ആണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. ഈ രണ്ട് വീഡിയോ ഉണ്ടല്ലോ അധികകാലം മുന്നേ നടന്നതല്ല, ഇന്നലെ നടന്ന സംഭവമാണ് ഈ രണ്ട് വീഡിയോയിലുള്ളത്. അതായത് നൈജീരിയയിലും ബംഗ്ലാദേശിലും നോക്കിയിട്ട് അവിടെയൊക്കെ എന്തൊക്കെയോ ഭീകരത നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ സംഖ്യകളും കിസങ്കിലും ഉണ്ടല്ലോ, ആ സംഖ്യകളും കിസങ്കിലും ഈ വീഡിയോ ഉണ്ടല്ലോ, ഈ വീഡിയോ തീർച്ചയായിട്ടും കാണണം. ഞാൻ ആദ്യം തന്നെ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്ന വീഡിയോ വെച്ച് കഴിഞ്ഞിട്ടില്ല, മുംബൈയിലെ ജുഹുലുണ്ടല്ല ഒരു വസ്ത്രക്കട നടത്തുന്ന റഹാത്ത് ഹുസൈൻ എന്ന് പറഞ്ഞ ഒരു പാവം വൃദ്ധനുണ്ടല്ല, അദ്ദേഹം നേരിട്ട ഒരു ക്രൂരമായ അനുഭവമാണ്. അദ്ദേഹത്തിന് ക്രൂരമായ ഈ അനുഭവം ഉണ്ടായത് എന്തുകൊണ്ടാണെന്ന് അറിയാം. അദ്ദേഹം ഒരു മുസ്ലിം ആയതുകൊണ്ടും അദ്ദേഹം ഉണ്ടല്ല തൊപ്പി വെച്ചതുകൊണ്ടും അദ്ദേഹത്തിനുണ്ടല്ല നല്ല താടി ഉണ്ടായത് കൊണ്ടും മാത്രമാണ് അദ്ദേഹത്തിന് ഈ ക്രൂരമായ അനുഭവം ഉണ്ടായത്. അദ്ദേഹത്തിനുണ്ടായ അനുഭവം എന്താ വെച്ചാൽ അദ്ദേഹത്തിന്റെ കടയിലുണ്ടല്ല വസ്ത്രം എടുക്കാൻ എന്ന പേരിലുണ്ടല്ല 4 കുലസ്ത്രീ സംഘടനകൾ കയറി. അതിനുശേഷം ആ കുലസ്ത്രീ സംഘടന ഇദ്ദേഹം മുസ്ലിം ആയതുകൊണ്ട് ഇദ്ദേഹത്തെ അധിക്ഷേപിക്കുന്ന രീതിയിൽ വൃത്തികെട്ട രീതിയിൽ സംസാരിക്കാൻ തുടങ്ങി. അധിക്ഷേപം നല്ലോണം കൂടിയപ്പോണ്ടല്ല ഭയന്നുപോയി ഇദ്ദേഹം നേരിട്ടില്ല അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി പറഞ്ഞു. അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി പറഞ്ഞതിന് ശേഷം എന്താണ് ഉണ്ടായെന്ന് ഇദ്ദേഹം കൃത്യമായിട്ട് ഈ വീഡിയോയിൽ വിവരിക്കുന്നുണ്ട്. ഹിന്ദിയിലാണ്, എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാവും. മനസ്സിലായില്ലെങ്കിൽ ഉണ്ടല്ല എന്താണ് സംഭവിച്ചെന്ന് ഈ വീഡിയോ കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. 3:30 बजे का टाइम था सैटरडे को। 4 महिलाएं आती हैं कि हमारे घर में शादी है और शादी के लिए हमें शेरवानी चाहिए। तो मैं उनको शेरवानियां दिखा रहा था। शेरवानी दिखाते दिखाते उन्होंने शेरवानी के बाद उन्होंने कहा कि मुझे सूट वगैरह भी देखना है, और मतलब बातें करते करते उन्होंने कुछ ऐसे अल्फाज इस्तेमाल करना चालू किए कि मुझे कुछ शक सा पैदा होने लगा कि कहीं मेरे साथ कुछ गलत तो नहीं हो रहा है। और वही हुआ, उसी पल में वो लेडीज यहाँ से खड़े होकर सीधा मेरे ऊपर बदतमीजी करने लगी, आर्ग्यू करने लगी और बोली तुम मुसलमान हो, तुम लोग ऐसी तरीके से रहते हो और तुम लोग जो है गलत तरीके से काम करते हो। मतलब वो चारों महिलाएं जो हैं वो मेरे ऊपर टूट पड़ी। तो मैं कैसा भी करके यहाँ से शोरूम से निकला और निकल के सीधा जाके पुलिस स्टेशन गया। पुलिस स्टेशन पे जो ड्यूटी पे ऑफिसर बैठे हुए थे उनको पूरी मैंने कहानी बताई। इतनी देर में मुश्किल से 20-25 मिनट हुए होंगे कि लगभग 100 से 150 लोग पुलिस स्टेशन को घेर लेते हैं। पुलिस स्टेशन घेरने के बाद वहां नारे लगाते हैं जो आजकल पूरे हिंदुस्तान में लग रहे हैं। वो नारे लगाना चालू कर देते हैं। मुझे पुलिस कैसे भी करके सेफ करके अंदर कर देती है। मतलब उनकी इतनी हिम्मत थी कि पुलिस स्टेशन के अंदर कम से कम 20-25 छोकरे चढ़ के आ रहे थे पुलिस स्टेशन के अंदर मुझे मारने के लिए। और मेरे ऊपर फिर FIR हुआ। जब मैंने उनको बोला कि 100-150 लोग यहाँ ऐसे ऐसे नारे लगा रहे हैं और बहुत से लोग अंदर आ गए हैं, तो ऑफिसर जो भूषण मोरे थे बोले नहीं वहां तो कोई भी नहीं है, बाहर तो कोई भी नहीं है, एक भी आदमी नहीं है। मतलब वो जो पुलिस ऑफिसर थे वो भी झूठ बोल रहे थे। मुझे आज यहाँ शोरूम में खड़े रहते हुए डर लगता है कि क्या मालूम कल कौन कहां से आ जाए और मुझे मेरे ऊपर कोई बड़ा हादसा हो जाए। FIR आप पे हुआ है? जी हाँ, मेरे ऊपर FIR हुआ। पता नहीं मुझे, FIR हुआ है उन्होंने, क्योंकि FIR के बाद उन्होंने साइन वगैरह का वो लोग लेडीज लोग करके गए। जुर्म मेरा ये है कि मैं दाढ़ी और टोपी रखा हुआ हूँ और जू पे शोरूम लेकर बैठा। എന്തൊരു പാവം മനുഷ്യനാണ് ഇദ്ദേഹം. ഇദ്ദേഹം പറഞ്ഞ ലാസ്റ്റത്തെ വാക്കുകൾ നിങ്ങൾക്ക് മനസ്സിലായ? ഇദ്ദേഹം ചെയ്ത കുറ്റം എന്താ വെച്ചാൽ ഇദ്ദേഹം തൊപ്പി വെച്ചതും ഇദ്ദേഹം താടി വെച്ചതും പിന്നെ മഹാരാഷ്ട്രയിൽ ജൂഹുലുണ്ടല്ല അവിടെ ഒരു കച്ചവടം നടത്തിയതാണ് ഇദ്ദേഹം ചെയ്ത തെറ്റ്. ബാക്കി ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ആ 4 കുലസ്ത്രീ സംഘടനകൾ ഇദ്ദേഹത്തിന്റെ കടയിൽ നിന്ന് ബഹളം വെക്കുമ്പോൾ ഇദ്ദേഹം അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിപ്പോയി. അവിടെ ചെന്ന് പോലീസുകാരോട് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം 4 സ്ത്രീകൾ വന്നിട്ട് എന്റെ കടയിൽ ബഹളം വെക്കുന്നുണ്ടെന്ന് സംഭവമില്ല. അവിടുത്തെ പോലീസുകാരോട് ഇദ്ദേഹം പറഞ്ഞു. അത് പറഞ്ഞ് തീരണ്ട താമസം ഈ 4 സ്ത്രീകളും കൂടെ 150ഓളം ചാണക സംഘടന ആ പോലീസ് സ്റ്റേഷനിലേക്ക് വമ്പിച്ച മാർച്ച് നടത്തി. മാർച്ചിന്റെ മുദ്രാവാക്യം എന്താണെന്ന് നിങ്ങൾക്കെല്ലാം മനസ്സിലായല്ലോ. ജയ് ശ്രീരാം വിളിച്ചുകൊണ്ടാണ് ആ സ്റ്റേഷനിലേക്ക് സംഖ്യകൾ മാർച്ച് നടത്തിയത്. ആ 150 സംഖ്യയിൽ നിന്നും 25ഓളം സംഖ്യയുണ്ടല്ല സ്റ്റേഷന്റെ ഉള്ളിൽ കയറിയിട്ട് ഇദ്ദേഹത്തെ ആക്രമിക്കാൻ റെഡി ആയിട്ട് നിന്ന്. ഇത് ഇദ്ദേഹം ഉണ്ടല്ലോ അവിടുത്തെ പോലീസ് ഓഫീസറോട് പറഞ്ഞപ്പോ ഓഫീസർ എന്താ പറഞ്ഞ പോലെ എന്നറിയാം, അങ്ങനെ ആരും സ്റ്റേഷന്റെ ഉള്ളിലേക്ക് കയറിയിട്ടില്ല, നിങ്ങൾ പേടിക്കേണ്ടെന്നാണ് ആ പോലീസ് ഓഫീസർ ഇദ്ദേഹത്തോട് പറഞ്ഞിട്ടുള്ളത്. അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായല്ലോ, ആ പോലീസ് ഓഫീസറും ആ പോലീസ് സ്റ്റേഷനും ഒക്കെ ഉണ്ടല്ല സംഖ്യയുടെ കൂടെ തന്നെയാണ്. ഇദ്ദേഹത്തിനുണ്ടല്ലോ അവിടുന്ന് ഒരു നീതിയും ഒരു ന്യായവും ആരും പ്രതീക്ഷിക്കണ്ട. അതുപോലെ തന്നെ അവസാനം എന്തായി, കേസ് കൊടുക്കാൻ വേണ്ടി പോയ ഇദ്ദേഹത്തിന്റെ പേരിൽ കേസായി. അതായത് ആ 4 സ്ത്രീകളുടെ പേരിൽ കേസ് കൊടുക്കാൻ പോയ ഇദ്ദേഹത്തിന്റെ പേരിൽ ആ 4 സ്ത്രീകളുണ്ടല്ല കേസ് കൊടുത്ത്. ഇനി അങ്ങോട്ട് ഈ പാവത്തിന്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് ദൈവത്തിന് മാത്രമേ അറിയൂ. അതാണ് ഈ പാവം ഈ വീഡിയോയിൽ പറഞ്ഞത്. ഇദ്ദേഹം ചെയ്ത കുറ്റം എന്താ വെച്ചാൽ ഇദ്ദേഹം മുസ്ലിം ആയതും ഇദ്ദേഹം തൊപ്പി വെച്ചതും ഇദ്ദേഹം താടി വെച്ചതും പിന്നെ ഇദ്ദേഹം ഉണ്ടല്ല ജുഹൂലി കച്ചവടം നടത്തിയതുമാണ് ഇദ്ദേഹം ചെയ്ത ഒരേ ഒരു കുറ്റം. നിങ്ങളൊന്ന് ആലോചിക്കട്ടെ, ഈ ഒരു അവസ്ഥയുണ്ടല്ലോ, ഈ ഒരു അവസ്ഥ നമുക്കാണ് വന്നതെങ്കിൽ എത്രമാത്രം ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ അനുഭവിക്കുക. ഈ ബുദ്ധിമുട്ടിന്റെ വേദനയും വിഷമവും അനുഭവിക്കണമെന്നുണ്ടല്ല ഇങ്ങനൊരു അവസ്ഥയിലുണ്ടല്ല നമ്മൾ എത്തിപ്പെടണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ബുദ്ധിമുട്ടുണ്ടല്ല മനസ്സിലാവുള്ളൂ. ഇനി ഞാൻ നിങ്ങൾക്കുണ്ടല്ല വേറൊരു വീഡിയോ കാണിച്ചുതരാം. ഈ വീഡിയോ ഉണ്ടല്ല വേറെ ദൂരത്തൊന്നുമില്ല, നമ്മളെ തെലുങ്കാനയിൽ ഇന്ന്
ഇന്നലെ നടന്ന ഒരു സംഭവമാണ് ഈ വീഡിയോ കാണിക്കാൻ പോകുന്നത്. ഒരു മുസ്ലിം കുടുംബമുണ്ടല്ല പുതിയതായിട്ട് ഒരു ഫ്ലാറ്റിൽ താമസിക്കാൻ വേണ്ടി പോയി. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഒരു സംഖ്യ ഉണ്ടല്ല ഈ മുസ്ലിം കുടുംബത്തെ അധിക്ഷേപിച്ചുകൊണ്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു. ആ മുസ്ലിം കുടുംബത്തിൽ ഉണ്ടായിരുന്ന ഒരു 15 വയസ്സുകാരൻ പയ്യനോട് ഈ ചാണക സംഖ്യ പറയുന്നു, നീ പാകിസ്ഥാനിലേക്ക് പോ, നീയൊന്നും ഈ ഇന്ത്യയിലുണ്ടല്ല, ഈ ഇന്ത്യയിൽ ജീവിക്കാൻ പാടില്ല, നീയൊക്കെ ജീവിക്കേണ്ടത് പാകിസ്ഥാനിലോട്ടാണെന്ന്. ഏത് ഒരു 15 വയസ്സുകാരൻ മുസ്ലിം പയ്യനോടാണ് ഈ ചാണക സംഖ്യ ഇമാതിരി വൃത്തിയോട് പറഞ്ഞത്. പക്ഷെ ആ ചാണക സംഖ്യക്ക് ആ 15 വയസ്സുകാരൻ മുസ്ലിം പയ്യനുണ്ടല്ല നല്ല ചുട്ട മറുപടി കൊടുത്ത്. നമുക്ക് എന്തായാലും ഉണ്ടല്ലോ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. അവിടെയും പോലീസുകാരുണ്ടല്ല നോക്കുകുത്തികളായ കാഴ്ചക്കാരാണ്. ഒരു നടപടി ഉണ്ടല്ല ആ ചാണക സംഖ്യക്ക് നേരെ പോലീസുകാർ എടുത്തിട്ടില്ല. നമുക്ക് ആ വീഡിയോ കൂടി ഒന്ന് കാണാം. एक मिनट वीडियो ले, आप कैसा बोलते हैं? नहीं, आपको क्या प्रूफ है? आप पाकिस्तान है, वही आप है तो पाकिस्तान का बोल देते। मेरे दादा इंडियन आर्मी में थे, आपको पता है, सूबेदार थे वो। गलत है ये, गलत है। आने तू आ, ये लोग बोल रहे हैं कि हम पाकिस्तानी इधर बम लगाने को है बिकॉज ये जो घर है वो पुलिस स्टेशन का है। हाँ, ये मुसलमानों का है, पाकिस्तानी है बिकॉज ऑफ वो मुसलमान। पाकिस्तानी बोल रहा मेरे को, वो जा रहा है वो वाला पाकिस्तानी नहीं बोल रहा। आई एम इंडियन। पुलिस कुछ नहीं कर रही, पुलिस कुछ भी नहीं कर रही, यहाँ पे पुलिस कुछ भी नहीं कर रही, पुलिस के हाथ में कुछ भी नहीं है। जो जिधर कम लोग हैं उधर पुलिस भी दबाने को देख रहा। पुलिस राइट है रॉन्ग है इसमें कुछ भी इन्वॉल्वमेंट नहीं पुलिस के सामने कर रहे हैं वो सब। हाँ, पुलिस के सामने एक लेडी के ऊपर आ रहे। लेडीज के ऊपर पुलिस के सामने आ रहे हम लोग, लेडीज के ऊपर आ रहे। हाँ पाकिस्तान बोल रहा है। കേട്ടല്ലോ, ഇന്ത്യൻ മിലിറ്ററിയിലുണ്ടല്ലോ സുബേദാറായിരുന്ന ആളുടെ കൊച്ചുമകനോടാണ് ആ ചാണക സംഖ്യ പറഞ്ഞത്, നീ ഇന്ത്യയിൽ നിൽക്കണ്ട, നീ പാകിസ്ഥാനിലേക്ക് പോടുന്നു. അതായത് ആ 15 വയസ്സുകാരന്റെ മുത്തച്ഛനുണ്ടല്ലോ ഇന്ത്യക്ക് വേണ്ടി പോരാടുമ്പോൾ അങ്ങനെ പോരാടിയ ചരിത്രമുള്ള ആ പയ്യനോട് ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കിയ പാരമ്പര്യം മാത്രമുള്ള ചാണക സംഖ്യ പറയാണ് പാകിസ്ഥാനിലേക്ക് പോകാൻ വേണ്ടിട്ട്. പക്ഷെ ആ പയ്യനുണ്ടല്ല ചങ്കുറപ്പോടുകൂടി 2 ഡയലോഗ് അടിച്ചപ്പോഴുണ്ടല്ലോ ആ ചാണക സംഖ്യ കണ്ടം വഴി എടപ്പാളോട്ടുണ്ടല്ല, കണ്ടം വഴി എടപ്പാൾ വഴി ഉണ്ടല്ല തെലുങ്കാനയിലേക്ക് ഓടി. നിങ്ങളൊന്ന് നോക്കിയാട്ടെ, കേരളവും തമിഴ്നാടും കഴിഞ്ഞുണ്ടല്ല മുസ്ലിങ്ങൾക്ക് ഇപ്പൊ ഉണ്ടല്ല അന്തസ്സോട് ജീവിക്കാൻ വേണ്ടി ഒരു സംസ്ഥാനം ഇല്ലാണ്ടായി. എന്തിനും നമ്മളെ കേരളത്തിൽ തന്നെ ഉണ്ടല്ലോ എറണാകുളത്ത് ചില സ്ഥലങ്ങളുണ്ടല്ല മുസ്ലിങ്ങൾക്ക് ഉണ്ടല്ല വാടകയ്ക്ക് വീട് പോലും കൊടുക്കാത്ത അനുഭവം ഉണ്ടല്ല. അങ്ങനെ ഒരു വാർത്ത ഞാൻ ഈ ഇടയ്ക്ക് കേട്ടിട്ടുണ്ട്. അതായത് നമ്മുടെ നാട്ടിൽ ഈ അവസ്ഥയാണെങ്കിൽ ചാണകങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിലെ മുസ്ലിങ്ങളുടെ അവസ്ഥയുണ്ടല്ല എത്രമാത്രം ദയനീയാന്ന് ചിന്തിച്ചാൽ മാത്രം പോലെ. മുസ്ലിങ്ങൾക്ക് ഉണ്ടല്ല തിരക്കിടല് പെരുന്നാൾ ദിവസം ഉണ്ടല്ല റോഡ് സൈഡിൽ നിസ്കരിക്കാൻ പാടില്ല. പക്ഷെ ചാണക സംഖ്യ ഉണ്ടല്ല എല്ലാ ദിവസവും എന്ത് കോപ്രായങ്ങളുണ്ടല്ല റോഡിലായാലും ശരി എവിടെ വേണമെങ്കിലും ചെയ്യാം, അതിനൊന്നും യാതൊരു കുഴപ്പമില്ല. ഒരു ഹിന്ദുവായി ഞാനൊരു കാര്യം പറയട്ടെ, ഒരു സത്യം പറയട്ടെ, ഒരു മുസ്ലിമായി ഈ ലോകത്ത് ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഈ കാലഘട്ടത്തിലുണ്ടല്ല ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. കാരണം അവരൊന്ന് തൊപ്പി വെച്ചാൽ, അവരൊന്ന് താടി വെച്ചാൽ, അവരൊന്ന് നിസ്കരിച്ചാലുണ്ടല്ല അപ്പോഴേക്കും ഈ ചാണക സംഖ്യ പോലുള്ള ടീമുണ്ടല്ല അവർക്ക് സംശയമാണ്, അവർക്ക് പേടിയാണ്. അതിന്റെ പിന്നാലുണ്ടല്ലോ ഇവന്മാർ വൃത്തികെട്ട കുത്തിത്തിരിപ്പും കൊണ്ട് ഇറങ്ങുകയും ചെയ്യും. ഞാൻ ഈ പറഞ്ഞ ഈ 2 വാർത്ത ഉണ്ടല്ലോ ഇതൊക്കെ പുറത്തു വന്ന ചുരുക്കം ചില വാർത്തകൾ മാത്രമാണ്. ഇതുപോലെ അനുഭവങ്ങൾ എത്രമാത്രം മുസ്ലിങ്ങൾ അനുഭവിക്കുന്നുണ്ടാവും അതൊന്നും ഉണ്ടല്ല പുറത്തു വരാത്തതുകൊണ്ട് നമ്മൾ കാണുന്നില്ല. ചാണക സംഖ്യയിലുണ്ടല്ലോ ഈ ലോകത്തുള്ള എല്ലാ വൃത്തികേടും കാണിക്കും. എന്നിട്ട് കുറ്റം മൊത്തം ഉണ്ടല്ല മുസ്ലിങ്ങളെ നെഞ്ചത്ത് കൊണ്ടുപോയിട്ടിടും. അതാണ് ചാണക സംഖ്യയുടെ പരിപാടി. ഇതൊക്കെ മാറുന്ന നല്ലൊരു ദിവസം വരുമെന്നുള്ള പ്രത്യാശയോടുകൂടി എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.